ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ദക്ഷിണ റെയിൽവേ. സ്റ്റേഷനുകളിൽ വാർഡുകളായി തിരിഞ്ഞ് പരിശോധന നടത്തും. താക്കീത് നൽകിയ ശേഷവും യാത്ര തുടർന്നാൽ റെയിൽവേ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ട്രെയിനിനുള്ളിൽ എസ്കോർട്ട് സൗകര്യം നൽകാനും തീരുമാനം. ആഷിൻ ഡിയോഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, ഗുരുതരമായിട്ടുള്ള ആരോപണം റെയിൽവേക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുടുംബമടക്കം ഉന്നയിക്കുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണവും അതിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്? നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാതിൽക്കൽ നിന്നുള്ള യാത്ര, പ്രധാനമായും ട്രെയിനുകളുടെ വാതിലിന് സമീപം നിന്നുള്ള യാത്ര, അത് യാത്രക്കാർ ഒഴിവാക്കണം എന്നൊരു മുന്നറിയിപ്പാണ് നിലവിലിപ്പോൾ ദക്ഷിണ റെയിൽവേ നൽകുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരെ കണ്ടുപിടിക്കുന്നതിനും കർശന നിയമ നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടി പരിശോധനകൾ കർശനമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. RPF-ന്റെയും GRPയും, അതായത് റെയിൽവേ പോലീസ് ഫോഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് റെയിൽവേ പോലീസ്, ഈ രണ്ട് സേനയുടെയും നേതൃത്വത്തിൽ ഓരോ സ്റ്റേഷനുകളിലും ഓരോ പ്ലാറ്റ്ഫോമുകളിലും സ്ക്വാഡുകളായി തിരിച്ചുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, വൾണറബിൾ ട്രെയിനുകളുണ്ട്, അതായത് യാത്രക്കാർ കുറവുള്ള ട്രെയിനുകൾ, ഇതിനെയാണ് വൾണറബിൾ ട്രെയിനുകൾ എന്ന് പറയുന്നത്. ഈ ട്രെയിനുകളിൽ പ്രത്യേക പരിശോധന ട്രെയിനിനുള്ളിൽ തന്നെ നടത്തും. സ്ത്രീകൾക്ക് വേണ്ടി എസ്കോർട്ട് സംവിധാനം ഒരുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിലിപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ വർക്കലയിൽ അപകടത്തിൽപ്പെട്ട, അതായത് ഈ 50കാരൻ പുറത്തേക്ക് ചവിട്ടിത്തള്ളിയിട്ട പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം അത് റെയിൽവേ ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. അതായത് പ്രത്യേക ഡോക്ടർമാരുടെ സംഘം അടക്കം നിലവിലിപ്പോൾ കുട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. ബാക്കി ആവശ്യമായ കാര്യങ്ങൾ അത് പരിഗണിക്കുമെന്നുമാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ വാതിലിന് സമീപം നിന്നുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് റെയിൽവേ ആവശ്യപ്പെടുന്നത്. സീറ്റുകളിൽ തന്നെ യാത്രക്കാർ ഇരുന്ന് അവരുടെ യാത്ര തുടരണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ വാതിലിന് സമീപം, പ്രത്യേകിച്ചും ഈ ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിച്ചതിനു ശേഷം വാതിലിന് സമീപം നിന്ന് പുറത്തേക്ക് നോക്കി നിന്ന് യാത്ര ചെയ്യുന്നതും, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അടക്കം റീലുകൾ ചിത്രീകരിക്കുന്നത് അടക്കം ഇത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരക്കാരെ ആദ്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ RPF-ന്റെയും GRPയും അവർ താക്കീത് നൽകും. ഇത്തരത്തിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്യരുത് എന്നൊരു താക്കീത് നൽകും. പക്ഷെ അതിനുശേഷവും ഇവർ ഇത്തരത്തിൽ യാത്ര തുടരുകയാണെങ്കിൽ റെയിൽവേ ആക്ട് പ്രകാരം ഫൈൻ ഈടാക്കലും അതുപോലെ തന്നെ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കടക്കണം എന്നൊരു നിർദ്ദേശവുമാണ് ഇപ്പോൾ റെയിൽവേ നൽകിയിട്ടുള്ളത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അതിനുശേഷവും അത് തുടർച്ചയായും അതിൽ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ, ഈ നിർദ്ദേശങ്ങളടക്കം, ഈ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം കൃത്യമായി തുടരുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളത് പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. ആഷിൻ ഡിയോഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.